சேர்ந்ததே நம் ஜீவனே சுந்தரி, கண்ணால் ஒரு சேதி சொல்லடி, இந்நாளல்ல தேதி. என்னையே தந்தேன் உனக்காக, ஜென்மமே கொண்டேன் அதற்காக. சேர்ந்ததே நம் ஜீவனே சுந்தரி, கண்ணால் ஒரு சேதி சொல்லடி, இந்நாளல்ல தேதி. என்னையே தந்தேன் உனக்காக, ജന്മമേ കൊണ്ടേനതർക്കാ. എന്താണ് എഴുന്നേൽക്കണ്ടേ? എഴുന്നേൽക്കണം. ഇതെന്താ ഇത്ര ചുവന്നിരിക്കുന്ന? എന്താടി ഉണ്ടോ കണി എന്നെ നോക്കി കിടക്കുന്നേ? എണീറ്റ് പോടി. ഇങ്ങേർക്കിത് എന്തോന്ന് മൂഡ് സിങ്സ് വല്ലതും ആണ്? ചിരിക്കുന്നോ? ഇപ്പൊ ശരിയാക്കി തരാം. കടിച്ചു തെണ്ടി. അശോ നന്തോടാ അമ്മയുടെ കുഞ്ഞുവാവയ്ക്ക്. പൂരി പുല്ല അവളുടെ ഒരു ഉമ്മിക്കല്. നീ പോടെ ഇറക്ക. ഓയ് ചേച്ചി, ഗുഡ് മോർണിംഗ്. ആ അനി, നീ വന്നോ? എൻ്റെ പൊന്നനി, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവള് പറഞ്ഞത് കേട്ട് നടക്കാതെ. ഇങ്ങേരെൻ്റെ കൈൻ്റെ ചൂടറിഞ്ഞിട്ടേ നിൽക്കൂ. എൻ്റെ ചേച്ചി വിളിച്ച ഞാൻ എങ്ങനെ വരാതിരിക്കും എൻ്റെ രുദ്രേട്ടാ? ഓ പിന്നെ ഈ ലോകത്തെങ്ങാനും കാണാത്ത ചേച്ചി അനിയനും. കുശുമ്പ് അസൂയുള്ളവരങ്ങനെ പലതും പറയാനി, നീ അത് മൈൻഡ് ആക്കാൻ നിൽക്കേണ്ട. ഓ പിന്നെ അസൂയപ്പെടാൻ പറ്റിയൊരു മുതല്. അസൂയും കുശുമ്പൊക്കെ നിന്റെ അച്ഛന് സൂതിക്ക്. ദേ വെറുതെ എൻ്റെ അച്ഛനെ പറഞ്ഞാണ്ടല്ലോ. നീ ഓടിയാടുന്ന്. എൻ്റെ പൊന്നേ, എങ്ങനെ ജീവിച്ചു പോകുന്നു ഈ അടീൻ്റെ അടിയിൽ? രണ്ടിന് തുളയ്ക്ക് ഇടയ്ക്കെങ്കിലും കുറച്ച് അവധി കൊടുക്കണം. ഇതൊക്കെയല്ലേ ഞങ്ങളെ സ്നേഹം അല്ലേടി? അതെ, എന്താ എന്ത് ഇങ്ങനെ നോക്കിക്കൊല്ലല്ലോ. അല്ല, നിങ്ങൾ മറ്റു കാര്യം അറിഞ്ഞില്ലേ? അന്ന് ആ ഒരു കുട്ടീനെ പീഡിപ്പിച്ച് അകത്ത് പോയവർക്ക് ജാമ്യം കിട്ടിയെന്നാ കേട്ടെ. തനുവിന് എന്തേലും ചോദിക്കാനുണ്ടോ? അത് പിന്നെ ആ കുട്ടി ആരായിരുന്നു? കുട്ടി നാട്ടിൽ തന്നെ ഉള്ളതാ. അതിൽ പിന്നെ ഒരു വിക്ടിമും പിന്നെ കുറച്ച് തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം കേസ് നടന്നു, അവരെ ജയിലിലാക്കി. ഈ അടുത്ത് പോയിട്ടുള്ളൂ. ഇപ്പം തന്നെ അവർ ഇറങ്ങുകയും ചെയ്തു. പൈസൻ്റെ ഓരോരോ. തനു നോക്കടാ, നിനക്ക് എന്തെങ്കിലും ഞങ്ങളോട് പറയാണെങ്കിൽ പറയാം. ഇപ്പോഴും സമയം വൈകിയിട്ടില്ല. നിങ്ങളോടെന്നല്ല, എല്ലാവരോടും എനിക്ക് ഈ കാര്യം പറയണം. കാരണം ഇത്രയും കാലം ഞാൻ ഈ നാട്ടിലും വീട്ടിലും എല്ലാവർക്കും അഹങ്കാരിയായിരുന്നു. എന്നാൽ ഈ തന്മയ എങ്ങനെ അഹങ്കാരിയായി എന്നുള്ളത് ആർക്കും അറിയില്ല, ആരും അറിയാൻ ശ്രമിച്ചിട്ടില്ല.
തനു, നീ ഇവിടെ വന്ന് കിടക്കായിരുന്നോ? നിന്നെ എത്ര തപ്പി ഞാൻ. ഓ കിടന്നലറണ്ട, ഞാനില്ലേ ഇപ്പൊ ഇവിടെ. ആ ഉണ്ട്. നീ ഇവിടെ ഈ ചെറിയ പിള്ളേരുടെ കൂടെ കളിച്ചും ചിരിച്ചും നടന്നോ? അതെന്താ രുദ്രേട്ട അങ്ങനെ ഒരു സംസാരം? ചെറിയ പിള്ളേർ മാത്രല്ലല്ലോ, രുദ്രേട്ടനും ഇല്ല എന്റെ കൂടെ കളിക്കാൻ. ഇനി മുതൽ ഞാനൊന്നും ഉണ്ടാവില്ല. ഞാൻ പോവുക യുഎക്ക്. അത് പറയാൻ വേണ്ടി ഓടി വന്നതാ. അതെന്താ ഇത്ര പെട്ടെന്നായ എല്ലാം? പെട്ടെന്നോ? കൊറേ ആയില്ലേ ഇപ്പൊ ഞാൻ ജോലി നോക്കി നടക്കാൻ തുടങ്ങിയിട്ട്. അത് ശരിയാ. മുഖത്തോട്ട് നോക്കിക്കേ തനു, നീ എന്തെങ്ങനെ ഇരിക്കുന്നേ? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ, ആദ്യം ഏട്ടൻ പോയി, ഇതപ്പ രുദ്രേട്ടനും. എല്ലാരും പോകല്ലേ എന്നിട്ട്. ഇതിനിപ്പോ എനിക്ക് സന്തോഷിക്കാൻ എന്താ ഉള്ളത്? ഒറ്റയ്ക്കാവുന്ന പോലെ തോന്നുന്ന രുദ്രേട്ട, എന്തൊക്കെയല്ലേ വേട്ടയാടുന്ന പോലെ. വേണ്ട, പോകുന്നവരൊക്കെ പോയിക്കോ. എന്നെ യാത്ര പറയുന്ന സമയത്ത് വിളിക്കാതിരുന്നാ മതി. അത് മാത്രമുള്ള എൻ്റെ ഒരു അപേക്ഷ. തനു, ജോലി നമുക്കെല്ലാവർക്കും നല്ല ആവശ്യമുള്ള ഒന്നല്ലേ. അതില്ലാതെ എങ്ങനെയാ നമുക്ക് ജീവിക്കാൻ പറ്റുക? വേണ്ട രുദ്രേട്ട, എനിക്ക് മനസ്സിലാവും ജോലി പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. എന്നാൽ നിങ്ങളെല്ലാവരും മറ്റു രാജ്യങ്ങളിലേക്ക് പറന്നു വരുമ്പോൾ ഇവിടെ നിൽക്കുന്ന നിങ്ങളെ പ്രിയപ്പെട്ടതായി കണ്ട ഞങ്ങൾക്ക് ഒരു ശൂന്യത മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, വേറൊന്നല്ല. രുദ്രേട്ടന് നല്ലത് വരാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഒരു രക്ഷപ്പെടും. തനു, ഇനിയൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത്. എന്നെ വിളിക്കരുത് യാത്ര പറയാൻ. പിന്നെ ഞാൻ വന്നോളാം. രുദ്രേട്ടൻ നടന്നോ. മായി, ഞങ്ങൾ എല്ലാവരും റെഡിയായി. നീ എന്തേ കിടക്കുന്നേ? ഞാനില്ല നമ്മനോടൊരു 100 വട്ടം പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഈ പിന്നെയും ചോദിച്ചോണ്ട് നിൽക്കുന്നേ? നീ ഇവിടെ ഇങ്ങനെ കിടന്നോ, അവൻ പോയാൽ പിന്നെ നിനക്ക് കാണാൻ പറ്റില്ല. അവളില്ല എന്നല്ലേ പറഞ്ഞേ, അവക്ക് വയ്യാത്തോണ്ടാവും. നമുക്ക് പോവാം, വാ, വൈകിക്കണ്ട. എന്താ പറഞ്ഞ ചെയ്തോട്ടെ അവള്. ഇറങ്ങാൻ സമയായി. തന്നു, അവളില്ലെന്നാ പറഞ്ഞ, ചിലപ്പോ സങ്കടം കൊണ്ടാവും. ഇന്ന് നമുക്ക് ഇറങ്ങല്ലേ, സമയമായല്ലോ. ബാബാ, ഒരു വട്ടമെങ്കിലും അവള് വന്നിരുന്നെങ്കിൽ. ഞാനിപ്പോ വരാം, നിങ്ങൾ ഇറങ്ങ. ജന്മമേ കൊണ്ടേനതർക്കാ തനു, வாய்மொழிந்த வார்த்தை யாவும் காற்றில் போனா நியாயமா? பாய் விரித்து பாவை பார்த்த காதல் இன்பம் மாயமா? வாழ் பிடித்து நின்றால் கூட ശരി, ഞാൻ പോകട്ടെ. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കണ്ട. போர்க்களத்தில் சாய்ந்தால் கூட ஜீவன் உன்னை சேர்ந்திடும். கோடி சுகம் வாராதோ നീ എന്നെ. അന്ന് തന്നെയായിരുന്നു എല്ലാം മാറി മറിഞ്ഞ ദിവസം. എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ. അന്ന് നിങ്ങളെല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഇവരെന്താ ഇവിടെ? എന്താ മോളെ, എത്ര നേരമായി വിളിക്കുന്നു? എന്ത് ചെയ്യായിരുന്നു ഇത്ര നേരം അതിൻ്റെ ഉള്ളില്? അത് ഞാൻ റൂമിലായിരുന്നു, അതാ വരാൻ വൈകിയേ. അല്ല, വീട്ടിൽ വന്നവരെ ഇങ്ങനെയാണോ സൽക്കരിക്കാറ്? ഒന്ന് ഉള്ളിലോട്ടൊന്ന് വിളിച്ചൂടെ ചായക്ക്?
അത് ഇവിടെ ആരുമില്ല, അതാ ഞാൻ. വായോ. അങ്ങനെ വഴിക്ക് വാ. നെഗറ്റീവ് ഫീൽ അടിക്കുന്നല്ലോ ഇവരുടെ അടുത്ത് നിന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തായാലും ചായ കൊടുത്ത് വേഗം പറഞ്ഞു വിടാം. ചായ കുടിക്കൂ, ഞാനിപ്പോൾ വരാം. കുറച്ച് തുണികൾ എടുക്കാനുണ്ട്, മഴ വരാൻ പോകുന്ന പോലെ. വാളിയാ, നമുക്കൊരു കൈ നോക്കിയിട്ട് വരാം. എന്താ മോളെ ഇങ്ങനെ പേടിക്കാതെ? നമുക്കൊരു ഫണ്ണായാലോ? എൻ്റെ അടുത്തോട്ട് വരരുത്, ഞാൻ എന്തെങ്കിലും ചെയ്യും. അത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക മോളെ? അടുത്തോട്ട് വന്നാലല്ലേ നമ്മുടെ കാര്യങ്ങൾ സാധിച്ച് പെട്ടെന്ന് പോവാൻ പറ്റുള്ളൂ. വൃത്തിയായിട്ട് പറയരുത്, ഞാൻ എന്തെങ്കിലും ചെയ്യും. ആഹാ, അങ്ങനെയാണോ? മാറി നിൽക്ക്. അങ്ങനെ അങ്ങോട്ട് നിന്നെ വിടും വിചാരിച്ചോ? മാറി നിൽക്ക്. ഇങ്ങോട്ട് വാടി. സഹകരിച്ച മര്യാദയ്ക്ക് പോവാം. കാല് പിടിക്കാം, എന്ത് വേണേലും ചെയ്യാം. മോള് സഹകരിച്ച ഈ കാര്യം ഇവിടെയും എവിടെയും അറിയില്ല. വൃത്തിയായിട്ട കൊഴിനീരുകളെ. എടാ ആരോ വന്നു തോന്നുന്നേ. ഇനി നിൽക്കണ്ട, ചാടിക്കോ. നാശം പിടിക്കാനായിട്ട് അവളെ ഒന്നും നേരെ തൊടാനും പോലും പറ്റിയില്ല. അതിനു മുമ്പ് ഇവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നത്. പോയിട്ട് പിന്നെ വരാം. അങ്ങനെ അന്നത്തെ ഒരു ദിവസത്തോടെ എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചു. ഞാൻ സൈലൻ്റായി, ആരോടും മിണ്ടാതെയായി. പിന്നീട് അങ്ങോട്ട് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങി. അതിലൂടെ ഞാൻ അഹങ്കാരിയായിത്തീർന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും. NCS Tamil BGM. He's a freaking badass man. Bloody sweet. NCS Tamil BGM. He's a freaking badass man. NCS Tamil BGM. ஆரம்பிக்கலாங்களா?
Tamil BGM. He's a freaking badass man. Bloody sweet. NCS Tamil BGM. He's a freaking badass man. എടാ ഓടിക്കോ ഇവിടെ താങ്ങാൻ നമുക്ക് കഴിയില്ല. ശിവ എന്താ മോളെ ഈ കാണണേ? ആണുങ്ങളെ ഇങ്ങനെ ഇട്ട് തല്ല പറഞ്ഞ കുടുംബപ്പേരിനെ നാശാക്കാൻ വേണ്ടി. കിളവ മിണ്ടാതിരുന്നോണം. ഇനി ഇവിടെ പുരുഷൻ സ്ത്രീ എന്ന വ്യത്യാസമായിട്ട് വന്നാൽ നിങ്ങൾക്കായിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് ആദ്യം കിട്ടാൻ പോകുന്നത്. ആദ്യം മാറേണ്ടത് നിങ്ങളുടെ ഈ വൃത്തികെട്ട ചിന്താഗതിയാണ്. പുരുഷൻ സ്ത്രീ വ്യത്യാസം അവർക്കിപ്പോൾ കിട്ടിയത് എന്തിനാന്ന് അവർക്ക് നല്ലപോലെ അറിയാം. അതന്വേഷിച്ച് ഇനി ആരും വരേണ്ട ആവശ്യവുമില്ല. ഈ വയസ്സാം കാലത്ത് ഇള്ള 4 പല്ല് കൊഴിക്കാൻ നിൽക്കണ്ട, കഞ്ഞി കുടിക്കാനുള്ളതല്ലേ. അല്ല പിന്നെ ഓരോന്ന് ഇറങ്ങിക്കോളും. ഹായ് ചേച്ചി. നിന്റെ പേരെന്താ? എൻ്റെ പേര് അനിരുദ്ധ്. ചേച്ചിക്ക് അനിന്ന് വിളിക്കാം. ഓ മോനെ അനി, നീ കുറേ ആയല്ലോ എൻ്റെ ബാക്കിൽ. എന്നെ വിട്ടുപോകാൻ ഒരു ഉദ്ദേശവും ഇല്ല അല്ലേ? ഈ ചെറുതായിട്ട് ചേച്ചീനെ അത്ര ഇൻസ്പിറേഷനായി എടുത്തോണ്ടല്ലേ. അതെ എന്നാ പിന്നെ ഇന്ന് മുതൽ നീ എൻ്റെ അനിയനായി കൂടിക്കോ. ശരിക്കും അങ്ങനെയാണ് എനിക്ക് അനിയെ കിട്ടിയത്. അതുവരെ എൻ്റെ വേണ്ടി ജയിച്ച ഞാൻ എന്തൊക്കെയോ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ വരുന്നതായി എനിക്ക് തോന്നി. എന്നാലും അതിനൊന്നും ഒരു പൂർണ്ണത ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതികരിക്കുമെങ്കിലും എനിക്കുണ്ടായ ആ സംഭവം എനിക്ക് ഓർക്കാൻ പോലും കഴിവുണ്ടായിരുന്നില്ല. അതാരോടെങ്കിലും പറയാൻ പോലും. അത് കാരണമാണ് ഞാൻ ഇത്രയും കാലം എടുത്തത് ഇതൊരാളോട് തുറന്നു പറയാൻ. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം, മയെ എനിക്ക് ഒരുങ്ങിയിരിക്കെ, നിനക്കാണ് ഒരു കൂട്ടർ വരുന്നുണ്ട്, ഇതാണ് ചെക്കൻ. ഇവൻ ആരോട് ചോദിച്ചിട്ട് അമ്മ ഇതിനെല്ലാം തുനിഞ്ഞിറങ്ങുന്നേ? ഞാൻ ആരോട് മുമ്പിലും ഒരു പ്രദർശന വസ്തുവായിട്ട് നിൽക്കില്ല. ദേ മായെ കളിക്കാൻ നിൽക്കല്ലേ, എണിച്ച് വന്നേ, അവരിപ്പം എത്തും. ഇല്ല പറഞ്ഞാൽ ഇല്ല, ഞാൻ അവിടെ ഇല്ലാന്നുണ്ടെങ്കിലും പറഞ്ഞേക്ക്. നിനക്ക് ഞങ്ങൾ പറയുന്നൊന്നും അനുസരിക്കാൻ വയ്യെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. ഇറങ്ങി പോവാണ്, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഒരു ചെന്നായാളുടെ മുമ്പിൽ പെട്ടുപോവാതെ. ചേച്ചി മതി, നിർത്തിക്കേ. ഇപ്പൊ തന്നെ ഓവറാ. നീ ഓടേക്ക, നീ ആരാടാ എന്നോട് നിർത്താൻ പറയാൻ? ഓ ഇതെന്ന് ഓവറായി ചളാവുന്ന തോന്നണേ ചേച്ചി. എടാ അനി, എൻ്റെ അനിയൻ കുട്ടാ. എന്തേച്ചി പറ. എടാ നിനക്കറിയോ, ഞാൻ കഴിഞ്ഞ ആഴ്ച തല്ലേ അവന്മാരെന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടടാ. എനിക്ക് പേടിയാണ് എല്ലാവരും, ഇവിടെ ഉള്ളവർ എല്ലാവരും. ചേച്ചി എനിക്ക് നീ മാത്രം മതിയടാ. എന്നെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. പിന്നെ എൻ്റെ രുദ്രേട്ടനും. ദൈവമേ എന്തൊക്കെയായത്? രുദ്രേട്ടനെ വിളിച്ച് കാര്യങ്ങൾ പറയാം. അനി എനിക്ക് എന്ത് ഇഷ്ടം അറിയടാ. അങ്ങനെ എന്താണ് എന്നെ കാണാൻ വരാത്തത്? അങ്ങനെ ചത്ത. ഇതിപ്പോ ഞാൻ ചിരിക്കണോ കരയണോ? ഞാൻ ഉറങ്ങിയടാ. ഗുഡ് നൈറ്റ്. മുഖമാമിൽ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. ഹൃദയമൃദുലതന്ത്രേന്തി ദേവാമൃതം വൈശാഖസന്ധി നീ ചുന്തിയുന്തി അരുണ സഹിതനതര കാന്തിയോ ഓമനേ പറയൂ നീ
രുദ്രേട്ടനെ അറിയിച്ചു. ആൾക്ക് തന്നെ ഇതൊരു വലിയ ഷോക്കായിരുന്നു. എന്നാൽ എനിക്ക് ഒരു വലിയ ആശ്വാസമായിരുന്നു. എൻ്റെ നെഞ്ചിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച മാതിരിയായിരുന്നു ഇനി കാര്യം രുദ്രേട്ടനോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. രുദ്രേട്ടൻ എന്നെ മോട്ടിവേറ്റ് ചെയ്തു, ചേച്ചിയുടെ കൂടെ ഇന്ന് വേണം പറഞ്ഞിട്ട്. ഞാൻ പിന്നീട് ചേച്ചിയുടെ കൂടെ തന്നെ ആയി. ചേച്ചി എനിക്ക് ആരെല്ലാമായി, എൻ്റെ അമ്മയെ പോലെ, എൻ്റെ സഹോദരിയെ പോലെ എല്ലാം. ചേച്ചിയെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിന് നീ ഏതാടാ? നീ ഓടെ ഇറക്കാം. മക്കള് അമ്മയോട് ക്ഷമിക്ക്. അമ്മയ്ക്ക് അറിയില്ലായിരുന്നു എൻ്റെ മോള് ഇത്രയൊക്കെ സഹിച്ചിരുന്നെന്ന്. അതെ, അച്ഛനോടും മോൾ ക്ഷമിക്ക്. അയ്യേ, നിങ്ങൾ കഥയല്ലേ. കാരണം നിങ്ങൾക്ക് ആർക്കും കഥ അറിയില്ല. കഥ അറിയാതെ ആട്ടാടിയവരാണ് നിങ്ങൾ. ഇതിൽ നിങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാനാണ് നിങ്ങളോട് ഇതൊന്നും പറയാതെ ഒളിപ്പിച്ച് വെച്ചൊരു തെറ്റ് ചെയ്തത്. അത് എൻ്റെ ജീവിതത്തിൽ നന്നായി ബാധിക്കുകയും ചെയ്തു. അതൊക്കെ അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഓക്കെ ആയതുകൊണ്ടല്ലേ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത്. അതൊക്കെ വീട് കേട്ടോ. അതെന്നെ, നീയാണ് ഞങ്ങളിവിടുത്തെ സ്ട്രോങ് ലേഡി. അപ്പം ഞാനോ? ആ വടി കണ്ടോ? ആ വടി കണ്ടു. ആ വടിയും കുത്തി നീ വല്ല മൂലയ്ക്കും പോയിരുന്നു. അതാ നിന്നെ കൊണ്ട് പറ്റുള്ളൂ. ഓക്കെ, ലെറ്റ്സ് ബ്രേക്കപ്പ്. നീ രാത്രി റൂമിലോട്ട് വാ, കാണിച്ചു തരാം. അതും തീരുമാനായി. അല്ല മോളെ, എന്നിട്ട് ആ തന്തയില്ലാത്തവന്മാരിപ്പോ എവിടെയാ? എന്തൊരു മഴയാ അല്ലേ? അതെ, ഭൂമിക്ക് ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസാ തോന്നുന്നുണ്ട്. സുന്ദരി കണ്ണാൽ ഒരു സേതി സൊല്ലടി ഇന്നാളല്ല തേതി. താനോ? പറയൂ. ഇപ്പോ നല്ല മഴയല്ലേ? നല്ല മഴയത്ത് നല്ല ചായയും മിച്ചറും. അരെ വാ. അവളെ ഒരു ചായയും മിച്ചറും. പോയി മൂട് പോയി. ശരി ശരി, പറയേ. പറഞ്ഞാ നീ അനുസരിക്കില്ല. ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു തരാം. ഞാൻ പോകുന്നു. മറിക്കാൻ ഇങ്ങോട്ട് വാടി. എടാ തെണ്ടി വിട്ടേ. തെണ്ടി? അത് നിന്റെ അച്ഛൻ, ഞാനല്ലടി കൊഴുത്. പോടാ മരപ്പട്ടി, തെണ്ടിപ്പട്ടി ചേട്ടാ. എന്ത് മരപ്പട്ടിയോ? മരപ്പട്ടി ആരാടി? പറയടി. എന്റെ ഭർത്താവ്. May I? Yes. ஒரு தடவை இழுத்து அணைச்சபடி உயிர் மூச்ச நிறுத்து கண்மணியே. மழையடிக்கும் சிறு பேச்சு, வெயிலடிக்கும் ஒரு பார்வை, உடம்பு மண்ணில் புதையிற வரையில் உடன் வர கூடுமோ? அடிவம் போல சவப்பு இல்லை, கணுக்கால் கூட கருப்பு இல்லை.
നീ തീണ്ടും ഇടം തെറ്റിക്കുമേ ഇനി ബാക്കിയുടമ്പും ചെയ്യ വേണ്ടും ബാക്കിയമേ പ്രണയം പൂത്തു നിൽക്കുന്ന സായാഹ്നത്തിൽ കാമത്താൽ ഞാൻ നിന്നെ പൊതിഞ്ഞെടുക്കും. ആ പൊടിഞ്ഞെടുക്കൽ സ്വീകരിച്ച് ഞാനും ഇന്നിവിടെ ഉണ്ടാവും. അച്ഛൻ ചോദിച്ച ചോദ്യത്തിനെന്താ ഇന്ന് ഉത്തരം കൊടുത്തില്ല? എന്ത് ചോദ്യം? ആ 3 പയ്യന്മാരിപ്പോ എവിടെയെന്ന ചോദ്യത്തിനുള്ള ഉത്തരം. അവരിനി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. അവരെ ഞാൻ ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞയച്ചു. എങ്ങോട്ട് പറഞ്ഞയക്കാൻ? നിങ്ങളൊരു കാലനോ? നരകത്തിലേക്ക്. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഈ ലോകത്തിലെ കാലനാവാനും തയ്യാറാണ്. They deserve that, right? Yes, you're right. They deserve that. കുങ്കുമത്തിൽ കരച്ചവളെ നെഞ്ചിൽ മഞ്ചത്തെച്ച് കുളിക്കയിൽ கொலுசுக்குள் மணியாக என்னை கொஞ்சம் NCS Tamil BGM. End of their chapter in life. NCS Tamil BGM. நான்